ശ്രീകരേട്ടൻ എന്നെ സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കോ? അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം ഓഫീസിലെ കാര്യത്തിന് ആ പണം ഉപയോഗിച്ചു കാണൂ? പൈസ നിങ്ങളെടുത്തെന്ന് നിങ്ങൾ പറഞ്ഞു. അത് സത്യമാണോ? ഓഫീസിലെ ആവശ്യത്തിന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞതാ. എന്തിനാ ഇത്രയും വലിയ കള്ളം പറഞ്ഞത്? തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ഫയൽ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ എന്താ ഉണ്ടായെന്നറിയോ? സുജാതയ്ക്ക് 5 ലക്ഷം രൂപ കൊടുക്കാന്ന് വാക്ക് കൊടുത്തതാണല്ലേ അവനി. നിന്നെ ഞാൻ എങ്ങനെയാ പെടുത്താൻ പോകുന്നതെന്ന് കണ്ടോ? നിഹാരിക തനിക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ടാ ഇതിവിടേക്ക് മാറ്റിവെച്ചത്. തന്നെ ഒരു കള്ളിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി. പക്ഷെ അവള് വെച്ച സ്ഥലത്ത് നിന്ന് ഞാനതെടുത്ത് മാറ്റി. അപ്പൊ തന്നെ നിഹാരികയോട് എനിക്ക് ചോദിക്കായിരുന്നു, അങ്ങനെ ചെയ്യാത്തത് ഇനി ഒരിക്കൽ കൂടി നിഹാരിക ഇനിയും തനിക്കിട്ട് പാര വെക്കാൻ ശ്രമിക്കുമ്പോ അവൾ ഒന്നും കൂടെ മനസ്സിരുത്തി ആലോചിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി മാത്രം ഇത്ര ചീപ്പായിട്ടൊക്കെ പ്ലാൻ ചെയ്യൂ? ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നേരിടാൻ കഴിയാതെ പണം എടുത്ത് മാറ്റിവെച്ച് വളരെ നീചമായ കാര്യങ്ങളാ ചെയ്യുന്നത്. ഒരു പെണ്ണിനുണ്ടാവേണ്ട ലക്ഷണങ്ങളിൽ ഒന്നും പോലുമില്ല. തന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഈ കുടുംബത്തിലുള്ള ആൾക്കാരെ തന്നെ അവളുടെ സൈന്യമാക്കിയിട്ടാ വെച്ചിരിക്കുന്നത്. ആ സൈന്യത്തിന് വിഷം കൊടുത്ത് അവള് പോറ്റുന്നത്. അധികാരമോഹം അധികമുള്ള രാജാവ് തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും തരം താഴുന്ന പോലെ നിഹാരികയും അധികാരത്തിന് വേണ്ടി തരം താഴും. അവനി താൻ വളരെ അലേർട്ടായില്ലെങ്കിൽ ആ സൈന്യം തന്നെ ഇനിയും കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമോ? എന്നെ സംരക്ഷിക്കാൻ ഇവിടെ നിഴല് പോലെ നിങ്ങൾ കൂടെയുണ്ട്. നിഹാരികയ്ക്കൊരു സൈന്യം ഉണ്ടെങ്കിൽ എന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ സൈന്യമാണ് നിങ്ങള്. എന്റെ ഹൃദയത്തിനു മേൽ നിങ്ങൾ കെട്ടിയ താലിയുണ്ട്. എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ അവർക്കാർക്കും കഴിയില്ല. നിഹാരിക വരുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ഏട്ടത്തിയും ടീമും തന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലേ? ആ വേർപാട് ഞാൻ സഹിച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ? അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് നെഞ്ചിൽ പിടപ്പാ. അങ്ങനെയൊക്കെ ഇനിയും സംഭവിക്കുകയാണെങ്കിൽ അത് സഹിക്കുന്നത് വളരെ വളരെ കഷ്ടപ്പാടാടോ. ഇത്തവണ അവസ്ഥ എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോവില്ല. ഞാൻ കൈവിടില്ല.
താഴത്ത് കാറിന്റെ അടുത്തുണ്ടാവും. താൻ ആരും കാണാതെ ഒന്ന് പെട്ടെന്ന് വാ. എങ്ങോട്ട് പോവാനാ? ഞാൻ പറയാം, താൻ വേഗം വാ. സൗമ്യ, സൗമ്യ, എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. ഈ മരുന്ന് കഴിക്ക്. എനിക്ക് എന്താ പറ്റിയതമ്മേ? നിനക്ക് ഒരു കുഴപ്പമില്ല മോളെ, ഒരു ചെറിയ പനി വന്നു, അത്രേ ഉള്ളൂ. ചെറിയ പനിയൊക്കെ എനിക്ക് വരാറുണ്ടല്ലോ. ഇതുവരെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്തിനാ കൊണ്ടുപോയത്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞോ? സൗമ്യ, സൗമ്യ, അങ്ങനെ പറയല്ലേ മോളെ. എന്റെ പ്രാണം കൊടുത്തിട്ടാണെങ്കിലും നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കും. ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും. ഏട്ടാ, എന്നെ എന്തിനാ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ? ഞാൻ പറയാടോ, വാ. സൗമ്യ, ഹായ് മോളെ. ഹായ് ചെറിയച്ചാ. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്ക് എന്താ പറ്റിയെന്ന് അമ്മയോട് ചോദിച്ചിട്ട് അമ്മ പറയുന്നില്ല ചെറിയച്ചാ. മോക്കൊന്നും പറ്റിയിട്ടില്ല, ടെൻഷൻ ആവണ്ട കേട്ടോ. അവനി, ഒന്നിങ്ങ് വാ. ഞാനിപ്പോ വരാം. ഇത് ചേച്ചിക്ക് കൊടുക്ക്. തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം കിട്ടിയില്ല, അതുകൊണ്ടാ ഒന്നും പറയാൻ പറ്റാതെ ഒരുപാട് വിഷമിച്ചത്. എന്നാലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. അത് കൊടുക്ക്. പക്ഷേ ഈ പണം നിങ്ങളുടെ ഓഫീസിലെ ആവശ്യങ്ങൾക്കാണെന്ന് വീട്ടിലുള്ളവരോട് പറഞ്ഞതല്ലേ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. വീട്ടിൽ ചില പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാരുടെയെങ്കിലും മനസ്സിനെ മുറിപ്പെടുത്തുന്നതിന് മുൻപേ കല്യാണം ഒന്ന് നടന്നിരുന്നെങ്കിൽ നന്നായെന്നെ. വീട്ടിലുള്ളവരോട് കള്ളം പറഞ്ഞിട്ട് പൈസ തരുന്നത്. ചേച്ചി അതൊന്നും ആലോചിക്കണ്ട. അവനെ അതങ്ങോട്ട് കൊടുക്ക്. ഇതാ ചേച്ചി. നാളെ തന്നെ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യേ. എന്റെ ഭർത്താവിന് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അയാൾ അങ്ങനെ ഒരാളായതുകൊണ്ടല്ലേ ദൈവം ചേച്ചിക്ക് ഇങ്ങനൊരു മോളെ തന്നത്. ഏട്ടാ, കാറൊന്ന് നിർത്ത്.
എന്തു പറ്റി? സുജാതയുടെ വീടിന്റെ മുമ്പില് ശ്രീകറിന്റെ കാറ് കിടക്കുന്നു. സുജാതയുടെ വീട്ടിൽ എന്തിനു വന്നതാകും? ഇനി ആവനി കൂടെ ഉണ്ടാവോ? നമുക്കൊന്ന് പോയി നോക്കാം. എന്റെ ഫാമിലി കാരണം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോൾ ഈ സഹായമൊക്കെ വളരെ ചെറുതാ. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഇത്രയൊന്നും ചെയ്താൽ പോരാ. വേണ്ട സമയങ്ങളിലൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും. ഈ പൈസ കൊണ്ട് മോളുടെ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞാൽ അത് തന്നെ ചേച്ചി സന്തോഷം. എന്താണെങ്കിലും അച്ഛനോടും അമ്മയോടൊന്നും പറയാതെ ഈ പണം എടുത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുവേട്ടാ. ഞാൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അവനി. യു ഡോണ്ട് വറി. ചിലര് കാരണം എന്റെ കുടുംബം തന്നെ നശിച്ചു പോയതാ. അതിനൊപ്പം ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? മനുഷ്യരുടെ മരണത്തിന് കാരണമായ ആളുകൾക്ക് എന്ത് ശിക്ഷ കൊടുത്താൽ മതിയാവും? നിങ്ങൾ പ്രാവുകളല്ല, പാമ്പുകളാ. ഇതൊന്നും കണ്ണീരല്ല, വിഷം. നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുമ്പോ എന്റെ മനസ്സിനൊരു സമാധാനമുണ്ട്. അടുത്തു കഴിഞ്ഞാ പിന്നെ ഇനിയും എന്തെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടി വരും. എന്താ നിന്ന് കളഞ്ഞത് വേദ? അവരെന്താ സംസാരിക്കുന്നു നോക്കാം. വാ. നമ്മളെ കാണുന്ന ഓരോ തവണയും അവൾ എന്തെങ്കിലും ഒന്ന് പറയും. പോരാത്തതിനിപ്പോ അവളുടെ മോൾക്ക് എന്തോ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് അതിന്റെ വിഷമമുണ്ട്. നമ്മളെ കണ്ട അവൾക്ക് ഇഷ്ടമാവില്ലേട്ടാ. നമുക്ക് പോയേക്കാം. എന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പ്രായശ്ചിത്തമായത്. ചേച്ചി വേറൊന്നും ആലോചിക്കണ്ട. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയ്. ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. മോളു ബൈ. ബൈ ചെറിയച്ചാ. മിടുക്കി കുട്ടി. ചേച്ചി അപ്പൊ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചോണ്ടിരിക്കണം. അറിയിക്കാവനി. ശരി ചേച്ചി, പോയിട്ട് വരാം. ബൈ സൗമ്യ. ബൈ ചെറിയമ്മേ. ശ്രദ്ധിക്കണേ. അവനി, എനിക്കൊരു ചെറിയ വർക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി, ഞാനൊന്ന് ഓട്ടോ പിടിച്ചു പൊക്കോളാം. ശരി. താങ്ക്സ് ഏട്ടാ. താങ്ക്സ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? വീട്ടിലെത്തിയ ശേഷമേ കിസ് തന്നും ഹഗ് ചെയ്തൊക്കെ കാണിച്ചാ മതി. ആവനി, അല്ലേലും നമുക്കിടയിൽ ഈ താങ്ക്സ് ഒക്കെ എന്തിനാ? ഇതെന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ബൈ. ബൈ. ബൈ അവനി. ബൈ ഏട്ടാ. ശ്രീകർ ഇന്ന് സുജാതയുടെ വീട്ടിൽ പോവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടാ. അവനെ വിളിച്ചില്ലേ? വന്നിട്ട് ചോദിക്കാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അമ്മേ? ചില കാര്യങ്ങള്
മനസ്സിൽ മറച്ചു വെച്ച് ഉരുകി പോകുന്നതിനേക്കാൾ ചോദിച്ച സംശയങ്ങളൊക്കെ തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കോ. അതുകൊണ്ടാ വിളിച്ച്. എന്നോടൊരു കാര്യം ചോദിക്കാൻ ഇത്രയ്ക്കും ആമുഖം വേണോ? ചോദിക്കേ. കളവ് പറയില്ല എന്നുള്ള വിശ്വാസത്തോടെ ചോദിക്കുന്നേ. കള്ളങ്ങൾ ചിലപ്പോൾ മനുഷ്യര് മറ്റുള്ളവരെ ചതിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. മറ്റു ചിലരാണെങ്കിലോ എന്തേലും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും. നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിക്കേ. സത്യമേ ഞാൻ പറയൂ. എന്തിനെ കുറിച്ചായിരിക്കും ചോദിക്കാൻ പോകുന്നത്? നീ എന്തിനാ സുജാതയുടെ വീട്ടിൽ പോയത്? പോയിട്ടില്ലാന്ന് നീ കളവ് പറയണ്ട. കാരണം ആ വീടിന്റെ മുന്നിൽ നിന്റെ കാർ ഞാൻ കണ്ടു. നീ പറഞ്ഞത് സത്യമാണെന്ന് എന്റെ തല വെച്ച് പറയ്. പറയ് ശ്രീകർ, ഞങ്ങളിൽ നിന്നെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? മറക്കേണ്ട ആവശ്യം എനിക്കില്ല അച്ഛ. ഞാൻ പറയാം. നിങ്ങൾ കണ്ടത് സത്യമാ. ഞാനങ്ങോട്ട് പോയത് സുജാത ചേച്ചിയുടെ മോൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അവനി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പോയത്. ആ 5 ലക്ഷം ഓഫീസിൽ ആവശ്യത്തിനാന്ന് പറഞ്ഞത് കള്ളമാണ്. ഇതാണ് സത്യം. ആ പണം കൊണ്ട് അവരുടെ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കും. ആ കുഞ്ഞ് ജീവനോടെ സേഫായിട്ട് പുറത്തു വരും. നീ പറഞ്ഞ തെറ്റായിട്ടല്ലടാ. പക്ഷേ ആവനിയെ 4 നാളാ വീട്ടിൽ നിർത്തിയെന്ന് പറഞ്ഞ് 5 ലക്ഷം കൊടുക്കുവോ? ആ കാരണം കൊണ്ട് മാത്രമല്ല അച്ഛ കൊടുത്തത്. സുജാത എന്റെ ചെറിയമ്മയുടെ മോളായതുകൊണ്ട്. നിങ്ങളുടെ അനിയത്തി സുഭദ്രയുടെയും അളിയൻ ത്രിനാഥ് റാവുവിന്റെയും മകളായതുകൊണ്ട്. അവനിക്ക് ആശ്രയം കൊടുത്തുകൊണ്ട് മാത്രമല്ല, രക്തബന്ധം ഉള്ളതുകൊണ്ടാ കൊടുത്തത്. സഹായമായിട്ടോ ദാനമായിട്ടോ കൊണ്ടു കൊടുത്തതല്ല. വല്യച്ഛന്റെ മകനാണെന്ന് ഒറ്റ കടമ കൊണ്ട്. നമ്മൾ കാരണം 2 പ്രാണന ബലി കൊടുക്കേണ്ടി വന്നത്. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാനിത് കൊടുത്തത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്ത തെറ്റുകള് കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുമല്ലോ അച്ഛ. ഈ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഏട്ടത്തി സംശയിച്ച ഓരോ തവണകളിലും എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. സത്യങ്ങളൊക്കെ എത്ര കാലം മറച്ചു വെക്കും അമ്മേ? എന്നെങ്കിലും ഒരിക്കൽ അത് പുറത്തേക്ക് തന്നെ വരില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുജാത നമ്മുടെ ഫാമിലി മെമ്പറാണെന്ന് ഞാൻ അറിഞ്ഞത്. അവർക്ക് നിങ്ങളോട് ഒരുപാട് ദേഷ്യമുള്ളത് കൊണ്ട് ഇതൊന്നും നിങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞു. സുജാതയുടെ മകൾക്ക് വയ്യാന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ 5 ലക്ഷമാണോ 50 ലക്ഷം വരെ കൊടുക്കുമായിരുന്നു. കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ മോനെ? ഇത്രയ്ക്കും സ്നേഹം ഉണ്ടെങ്കിൽ അതെന്തിനാ മറച്ചു വെക്കുന്നത്? എന്നോട്
എന്നോടെങ്കിലും അവരെ പറ്റി പറയായിരുന്നില്ലേ അച്ഛ? അവസ്ഥകൾ ചില സമയത്ത് സംസാരിക്കാൻ അറിയുന്നവരെ പോലും ഊമകളാക്കി മാറ്റും മോനെ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. സുജാത ഞങ്ങൾക്ക് അത്ര ഇഷ്ടം മോനെ. ഞങ്ങളുടെ മേൽ അവക്കുള്ള കോപമാ ഞങ്ങളെങ്ങനെ അകറ്റി നിർത്തുന്നത്. വല്ലിച്ച, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാ എന്റെ ആസ്തി മുഴുവൻ എഴുതി കൊടുക്കണം ഞാൻ.